CPM അംഗത്വം പി കെ ശശി ഉപേക്ഷിച്ചാൽ കോൺഗ്രസ് സമീപിക്കുമെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. CPM-കാരനായ ശശിക്ക് പിറകെ പോകേണ്ട ആവശ്യം കോൺഗ്രസിനില്ല. ശശി നയം വ്യക്തമാക്കട്ടെ. ശശിയെ VK ശ്രീകണ്ഠൻ സ്വാഗതം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തൃത്താലയിലെ പ്രശ്നം പരിഹരിച്ചെന്നും എ തങ്കപ്പൻ മീഡിയ വണ്ണോട് പറഞ്ഞു. പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. പാലക്കാട് സംബന്ധിച്ച് ഈ ശശി വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ MP അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ പറയുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ ഒന്നാമത് ശശി ഇപ്പോൾ LDF ഭരിക്കുന്ന വലിയൊരു ബോർഡിന്റെ ചെയർമാനാണ്, KTDCയുടെ ചെയർമാൻ. അദ്ദേഹം തന്നെയാണ് CIT-യുടെ വൈസ് പ്രസിഡന്റ്. അതുമാത്രമല്ല, മണ്ണാക്കാട് മീറ്റിംഗിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ CPM-കാരനാണെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഇദ്ദേഹത്തിന് പിന്നെ നടക്കേണ്ട കാര്യം നമുക്കില്ല. അദ്ദേഹം നയം വ്യക്തമാക്കട്ടെ. ഞാൻ CPM വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനോട് വരാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ CPM ഞാൻ അംഗത്വം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സമീപിക്കാം. അവിടെ മോശമായ നേതാവാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഞാൻ CPM-മാരാണ് പറയുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ നടക്കേണ്ട കാര്യം ഇല്ല. അദ്ദേഹത്തെ CPM പാർട്ടി പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പം ജില്ലാ നേതൃത്വമൊക്കെ ഒരു സാധാരണ മെമ്പർ എന്നതിനപ്പുറത്ത് ഒന്നുമില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ട എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പാർട്ടി അദ്ദേഹത്തെ പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യത എങ്ങനെയാണ് മനസ്സിലായില്ല? KTDC ചെയർമാൻമാർ വലിയൊരു ഉന്നത പദവിയാണ്. ക്യാബിനറ്റ് പോലുള്ള നല്ലൊരു ഞാൻ അതിൽ ഡയറക്ടർ ആയ ആളാണ്. അപ്പോൾ നല്ലൊരു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് മാറ്റിയിട്ടുണ്ടാവും. CIT സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പറഞ്ഞ മോശമാണോ? അദ്ദേഹം തന്നെ പറയണു ഇല്ലാന്ന്. പിന്നെ എങ്ങനെയാണ് നമുക്ക് സമീപിക്കുക? ഞാനേ കമ്മ്യൂണിസ്റ്റുകാരാണ് പറയുമ്പോൾ ഞാൻ അയാളെ പോയി സമീപിക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രീകണ്ഠൻ MP ഒക്കെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. CPM വിടുമ്പോഴല്ലേ നമുക്ക് നിങ്ങൾ വരണോ വരണ്ടോ തീരുമാനിക്കേണ്ടത്. CPM വിടട്ടെ, അദ്ദേഹം അങ്ങനെ നിലപാട് വ്യക്തമാക്കട്ടെ. അപ്പൊ നമുക്ക് പാർട്ടി വിട്ടാലോ അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി എടുത്താലോ കോൺഗ്രസിലേക്ക് അങ്ങനെയല്ല. ആരാണ് ഇന്ന പാർട്ടി വിട്ടു, അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പൊ പരിഗണിക്കും, വേണോ വേണ്ടിയോ എന്ന്. പാർട്ടി വിട്ടാല ഒരു CPM-കാരനെ ഞാൻ എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് വരണമെന്ന് പറയുന്ന ഒരു ഔചിത്യക്കുറവില്ലേ? ഞാൻ കോൺഗ്രസ് CPM ആണ് പറയാ, അല്ല ഞാൻ കോൺഗ്രസിൽ വരണമെന്ന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ മുന്നോട്ട് വേണം പൊക്കോട്ടെ. അയാൾ ആ പാർട്ടി ഉപേക്ഷിച്ച് ആ നിലപാട് വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് എന്താ വേണ്ടത് തീരുമാനിക്കും. അത് ഇപ്പം CPM അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം MP രാജേഷിനെ പരാജയപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. അത് UDF-ന് വേണ്ടി അദ്ദേഹം നേരത്തെ